हेलो एंड वेलकम बैक। आज हम हाजिर हुए हैं केरला यूनिवर्सिटी के 2023 एडमिशन नए सिलेबस को लेकर। फर्स्ट सेम बीए बीएससी रेगुलर स्टूडेंट्स जिन्होंने सेकेंड लैंग्वेज के रूप में हिंदी को चुना है, उनका जो कॉमन कोर्स 1 है उसे लेकर हम हाजिर हुए हैं। कोर्स टाइटल हिंदी कहानी साहित्य, यानी आपका परिचय हिंदी कहानियों से होगा और उसका कोर्स कोड है HN 1111.1। आपकी जानकारी के लिए कह दें, HN 1111.1 आपके फर्स्ट सेम से संबंधित है। HN 1211.1 दैट इज कॉमन कोर्स 2 आपके सेकेंड सेम से संबंधित रहेगा, जिसमें കഥേതർ ഹിന്ദി ഗദ്യവിധാവും ആസ്വാദൻ രഹേഗ। ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഹിന്ദി സ്റ്റോറീസാണ് ആസ്വദിക്കാനുള്ളത്. സെക്കൻഡ് സെമ്മിൽ കഥേതർ ഹിന്ദി ഗദ്യവിധായ സ്റ്റോറീസ് മാത്രമല്ല, ഹിന്ദിയിൽ പല ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട് ഇല്ലേ. ജീവനിയുണ്ട്, രേഖാചിത്രമുണ്ട്, ആത്മകഥയുണ്ട്, ഏകാംഗിയുണ്ട്. അപ്പോൾ സെക്കൻഡ് സെമ്മിൽ അങ്ങനത്തെ രചനകളുടെ ആസ്വാദനമായിരിക്കും. തേർഡ് സെം ആപ്കാ പരിചയ ഹോഗ ഹിന്ദി കവിതാओं से। थर्ड सेम में हिंदी पोइट्रीज ആണ് ആസ്വദിക്കാനുള്ളത്. और फोर्थ सेम में एकांकी यानी 1 एक्ट प्लेस, और एकांकी के साथ साथ व्याकरण तथा अनुवाद भी है। व्याकरण यानी ग्रामर, अनुवाद यानी ट्रांसलेशन। सो कॉमन कोर्स 4 दैट इज़ फोर्थ सेम में आपको हिंदी एकांकी, व्याकरण तथा अनुवाद पढ़ना है. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ സേക്ക് പറഞ്ഞതാണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും മാത്രമാണ് BA BSc കുട്ടികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത്. ആ 4 സെമ്മിലെ കോഴ്സ് ഔട്ട്ലൈനാണ് നേരത്തെ പ്രതിപാദിച്ചത്. ഓക്കെ, ഫസ്റ്റ് സെമ്മിൽ ഹിന്ദി കഥകളുടെ ആസ്വാദനമാണ്. ടെക്സ്റ്റിൻ്റെ പേര് കഥാസൻസാർ. കഥാസമ്രാട്ട് എന്നറിയപ്പെടുന്ന പ്രേംചന്ദ്, എക്കാലത്തും തൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടാത്ത പ്രേംചന്ദ് എന്ന എഴുത്തുകാരൻ്റെ മന്ത്ര എന്ന കഥയാണ് ആദ്യം തന്നിരിക്കുന്നത്. മന്ത്രിൻ്റെ ഓഡിയോ ബുക്ക് ഓൾറെഡി ചാനലിൽ അപ്ലോഡഡ് ആണ്. കഥ കേട്ട് ആസ്വദിക്കുക. പിന്നീട് അതിൻ്റെ ഹിന്ദി ആൻഡ് മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഗ്രാജുവലി അതിൻ്റെ ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ അതിൻ്റെ PDF ഫോർമാറ്റും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. दूसरी कहानी सुदर्शन की हार की जीत एक वाकई खूबसूरत कहानी है, जिसमें कोई हार कर भी जीतने का गौरव प्राप्त करता है. മോറൽ വാല്യൂ ഉള്ള ഒരു കഥയാണ് ഹാർ കി ജീത്ത്. തോൽവിയിലൂടെയും തിന്മയുടെ മേലുള്ള ഒരു വിജയമാണ് ആ കഥ ചിത്രീകരിക്കുന്നത്. ഓഡിയോ ബുക്ക് അപ്ലോഡഡ് ആണ്. ബാക്കി എക്സ്പ്ലനേഷൻസ് എല്ലാം മുറയ്ക്ക് പോലെ അപ്ലോഡ് ചെയ്യും. തേർഡ് സ്റ്റോറി ഭീഷ്മ സഹനിയുടെ എക്കാലത്തെയും ഫേമസ് കഥ ചീഫ് കി ദാവത്താണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഭീഷ്മ സഹനി ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ കണ്ട അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് വളരെ ടച്ചിങ് ആണ്, നോവൽസും ടച്ചിങ് ആണ്. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രസക്തമായ ഒരു കഥയാണ് ചീഫ് കി ദാവത്ത്. വളരെ ടച്ചിങ് ആണ്. ഓഡിയോ ബുക്ക് ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. നെക്സ്റ്റ് സ്റ്റോറി ഫോർത്ത് വൺ യശ്പാൽ എഴുതിയ പർദ എന്ന ഒരു സ്റ്റോറിയാണ്. യശ്പാൽ ഒരു റെവല്യൂഷണറി റൈറ്ററായിരുന്നു, ഒരു മാർക്സിസ്റ്റ് അനുഭവമുള്ള റൈറ്ററായിരുന്നു. പ്രീ ഇൻഡിപെൻഡൻസ് യുഗത്തിൽ തൊട്ട് എഴുതി തുടങ്ങിയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പർദ എന്ന ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. എങ്ങനെ ഒരു കുടുംബം തൻ്റെ ഒരു മാനം രക്ഷിക്കാൻ വേണ്ടി എത്ര വിശന്നും ദാരിദ്ര്യത്തിലും ജീവിച്ചാലും തൻ്റെ മാനമാണ് വലുത് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് പർദ. പിന്നെ ആ സ്റ്റോറിയുടെ എൻഡ് വളരെ ടച്ചിങ് ആണ്. എങ്ങനെ അവർ അത്രയും നാൾ കാത്തു സൂക്ഷിച്ച ആ ഒരു അഭിമാനം, ആ ഒരു മാനം നഷ്ടപ്പെടുന്നു. അപ്പോൾ അതാണ് പർദ എന്ന യശ്പാലിൻ്റെ സ്റ്റോറി. പർദയുടെയും ഓഡിയോ ബുക്ക് അപ്ലോഡഡ് ആണ്. ആദ്യം ഈ സ്റ്റോറീസൊക്കെ കേട്ട് ആസ്വദിക്കുക. മാക്സിമം നമ്മൾ ഹിന്ദി ലാംഗ്വേജ് കേൾക്കുക. तो आपको उससे परिचय हो जाएगा. അഞ്ചാമത്തെ സ്റ്റോറി ഒരു ഫെമിനിസ്റ്റ് ആംഗിളിൽ എഴുതിയ ഒരു സ്റ്റോറിയാണ് ഹരി ബിന്ദി. മൃദുല ഗർഗ് ഒരു കണ്ടംപററി റൈറ്ററാണ്. ഇപ്പോഴും സജീവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പം മൃദുല ഗർഗിൻ്റെ ഹരി ബിന്ദി അവരുടെ ട്രേഡ് മാർക്കാണ്. അവരറിയപ്പെടുന്നത് തന്നെ ഈ ഒരു സ്റ്റോറിയിലൂടെയാണ്. അപ്പോൾ അവർ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി, എങ്ങനെ ഈ പേട്രിയാക്കൽ സൊസൈറ്റിയിൽ ഒരു കുടുംബിനി ചിന്തിക്കുന്നു, അവർ വേറിട്ട് ചിന്തിച്ച അവരുടെ ജീവിതത്തിനെ ടച്ച് ചെയ്തൊരു കഥയാണ്.
അത് അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അത് അവരുടെ ലൈഫിനെ ടച്ച് ചെയ്ത ലൈഫിലെ ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ ഇൻ എ സെൻസ് ഇറ്റ്സ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി. അപ്പോൾ അതാണ് ഹരി ബിന്ദി. അത് ആക്ച്വലി അവരുടെ ഇൻ്റർവ്യൂ ഉൾപ്പെടെ മലയാളത്തിലും ഹിന്ദിയിലും എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. കാരണം ഇത് വേറെ പല യൂണിവേഴ്സിറ്റികളിലും ഓൾറെഡി റണ്ണിങ് സ്റ്റോറിയാണ്. അപ്പോൾ അന്ന് അവർക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, നിങ്ങൾക്കും ഉപകരിക്കും. പിന്നീട് എൻ്റെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഉദയപ്രകാശ്. അത് ഈ കണ്ടംപററി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഇമോഷണൽ ടച്ചുള്ള ഒരു സ്റ്റോറിയാണ് നെയിൽ കട്ടർ. നെയിൽ കട്ടറിലൂടെ തൻ്റെ അമ്മയോടുള്ള ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരു അതും ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടച്ചുള്ള സ്റ്റോറിയാണ് ഉദയപ്രകാശിൻ്റെ. വളരെ ഷോർട്ട് സ്റ്റോറിയാണ്, വളരെ ചെറിയൊരു കഥയാണ്, പക്ഷേ ഒരുപാട് കഥ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് നെയിൽ കട്ടർ. उसके बाद आती है വിഷ്ണു നാഗർ की कहानी पैंट. വളരെ രസകരമായ ഒരു വ്യംഗ്യ കഹാനിയാണ്. പാൻറ്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. ഒരു വസ്ത്രത്തിൻ്റെ പേരാണ്, ഒരു ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരാണ് പാൻറ്റ്. പക്ഷേ അതുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം തുടനീളം ഉണ്ടാകുന്ന ഒരു ഹാസ്യാസ്പദമായ ഒരു സിറ്റുവേഷനാണ് പാൻറ്റ്. സമൂഹം എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒരു പാൻറ്റ് തയ്പ്പിച്ചിട്ട് അത് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. അതിനെ കളയാനും ഒക്കുന്നില്ല, ഇടാനും ഒക്കുന്നില്ല. അത് വളരെ രസകരമായാണ് വിഷ്ണു നാഗർ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓഡിയോ ബുക്ക് ആസ്വദിക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ പഠനം തുടങ്ങിയാൽ മതി. ഹിന്ദി വളരെ ലളിതമായ ഒരു വിഷയമാണ്, വളരെ ആസ്വദിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ പുതിയ സിലബസിൽ ഇൻഫാക്റ്റ് എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും തന്നെ ഇതിലില്ല. നിങ്ങൾക്ക് വളരെ ആസ്വദിച്ച് ഹിന്ദി പഠനം പൂർത്തീകരിക്കാം. ആൻഡ് ലാസ്റ്റ് വൺ സിയാറാം ശരൺ ഗുപ്തിൻ്റെ കോട്ടർ ഓർ കുട്ടീർ എന്ന ഒരു ലംബി കഹാനിയാണ്. കോട്ടർ എന്ന് പറയുമ്പോൾ ഒരു മരത്തിൻ്റെ ഒരു പൊത്തെന്ന് പറയില്ലേ, നമ്മൾ പക്ഷികളൊക്കെ കൂട് വെക്കുന്ന പൊത്ത്. കുട്ടീർ എന്ന് പറയുമ്പോൾ ഒരു കുടിൽ. അപ്പം ഈ ഒരു സ്റ്റോറി 2 വെന്യൂവിലാണ് നടക്കുന്നത്, ഒന്ന് കോട്ടറിലും ഒന്ന് കുട്ടീരിലും. കോട്ടറിൽ 2 പക്ഷികൾ തമ്മിലുള്ള കഥയാണ് പറയുന്നത്. കുട്ടീരിൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ്, പക്ഷേ രണ്ടും ലിങ്ക്ഡ് ആണ്. അപ്പോൾ സിയാറാം ശരൺ ഗുപ്തിൻ്റെ ഈ സ്റ്റോറിയും വളരെ ഫേമസ് ആണ്. ഒരുപാട് CBSE ICSE സിലബസുകളിലെല്ലാം ഇത് ചെറിയ ക്ലാസ് മുതൽ റണ്ണിങ് ആണ്. കാരണം ഇതൊരു മോറൽ വാല്യൂ ക്യാരി ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. സോ ഇൻ ഓൾ 8 സ്റ്റോറീസ് ഉണ്ട്. 8ഉം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 8 രീതിയിൽ ഫേമസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഹിന്ദി പഠനം വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾ മാക്സിമം ഇതിൻ്റെ ഹിന്ദി വേർഷൻസ് കേൾക്കുക. അത് മുറയ്ക്ക് പോലെ അതിൻ്റെ മലയാളം വേർഷനും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതിന് പോസിബിൾ അല്ല, കാരണം ഇത് ന്യൂ സിലബസ് ആണ്. അപ്പം നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ന്യൂ സിലബസ് ആയതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ജുഡേ രഹിയേ, മസ്ത് രഹിയേ.